വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചത് ടെമ്പോ ട്രാവലർ ഡ്രൈവർ അല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. വാഹനം ഓടിച്ചത് സ്കൂൾ ബസ് ഡ്രൈവർ. ട്രാവലർ ഡ്രൈവർ ഹാഫിസിന് പകരം യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് വാഹനം ഓടിക്കുകയായിരുന്നെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ സാരംഗ്, വളരെ ഞെട്ടിച്ച നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു വാൽപ്പാറ വാഹനാപകടം എന്നത്. അതിൽ വളരെയധികം ഗുരുതരമായ ആരോപണങ്ങൾ അടക്കം ആ സമയങ്ങളിൽ പുറത്തു വന്നിരുന്നു. വാഹനം ഓടിച്ച വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രായമടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ച് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്കൂൾ വാനിന്റെ ഡ്രൈവറാണ് വാടകയ്ക്കെടുത്ത വാഹനം ഓടിച്ചത് എന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വാൽപ്പാറ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്, അതായത് ആ അപകടത്തിൽപ്പെട്ട വാഹനം ഓടിച്ചത് ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന അവിടുത്തെ സ്കൂൾ ബസ് ഡ്രൈവറാണെന്നാണ് വിവരം അറിയുന്നത്. അതായത് നൌഷാദാണ് ആ വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനം ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവറായിരുന്ന ഫാഹിസ് അല്ല വാഹനം ഓടിച്ചത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വിവരം. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാൽപ്പാറയിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയ്ക്കിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ നടന്നിട്ടുള്ളത്. എന്തായാലും വാഹനം ഓടിച്ചത് ആ ടെമ്പോ ട്രാവലറിലെ ഡ്രൈവറല്ല, പകരം യാത്ര പുറപ്പെട്ട ആ സംഘത്തിലുണ്ടായിരുന്ന അവിടുത്തെ പാങ്ങിൽ നിന്നുള്ള സ്കൂളിലെ ഡ്രൈവറാണ് ആ വാഹനം ഓടിച്ചതെന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ വാഹനം ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ മുന്നിലുണ്ടായിരുന്ന തെറിച്ചു വീണ ആളുകളാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ തമിഴ്നാട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ അപകട കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് വാഹനത്തിന് അങ്ങനെ വലിയ പഴക്കമോ മറ്റ് തകരാറുകളോ ഇല്ല എന്നാണ് ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ, അതായത് അപകട കാരണം എന്താണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ലഭിക്കുകയുള്ളൂ. എന്തായാലും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. അതായത് ഈ വാഹനം ഇറങ്ങി വരുന്ന വഴിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടെന്ന് സഡൻലി ഒരു ബ്രേക്ക് ഇടേണ്ട സാഹചര്യം അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അത് ആ പ്രദേശത്തെ റോഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ വാഹനം ഉടനെ തന്നെ ഇത്തരത്തിൽ ബ്രേക്ക് ഇടുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തെളിഞ്ഞു കാണാവുന്ന ടയറുകൾ ഉരഞ്ഞിട്ടുള്ള ഒരു പാടുകൾ ഉണ്ടാകും. അങ്ങനെ അത്തരത്തിലുള്ള പാടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിന് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആ ബ്രേക്ക് ഇടുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്നും കണ്ടെത്തൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അത് തമിഴ്നാട് പോലീസിന്റെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നു. ഇതിനുശേഷം മാത്രമേ കൃത്യമായിട്ട് ആ വാഹനം അപകടത്തിൽ പെടാൻ എന്താണ് കാരണം എന്നുള്ളത് ഒരു കൃത്യത വരുള്ളൂ. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ആ അപകടത്തിൽ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന പാങ്ങിൽ നിന്നുള്ള LP സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം അപകടത്തിൽപ്പെടുകയും 9 പേര് മരണപ്പെടുകയും ചെയ്ത ഒരു ദാരുണമായ സംഭവമായിരുന്നു നടന്നിരുന്നത്. സാരംഗ്, മാത്രമല്ല, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഡ്രൈവർ അടക്കം 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചെന്ന് സ്കൂൾ ബസ് ഡ്രൈവറായ നൌഷാദിനെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നവരുടെ സാഹചര്യം എങ്ങനെയാണ്? അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വല്ല വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നുണ്ടോ? ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടോ സാരംഗ്? നിലവിൽ ഈ ചികിത്സ കഴിയുന്നവരുടെ നില നേരിയ മാറ്റങ്ങൾ കാണുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ചികിത്സ തുടരുക തന്നെയാണ്. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ട് ബാക്കി ജീവനോടെ ഉണ്ടായിരുന്നവർ ഉള്ളത്. ഇനി എന്തായാലും ഈ നൌഷാദിന്റെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അതെന്തായാലും വളരെ എളുപ്പത്തിൽ നടക്കില്ല. കാരണം അവർ ഈ അപകടത്തിൽ നിന്ന് റിക്കവറി ചെയ്ത് അല്ലെങ്കിൽ പോലീസിന് ഒരു മൊഴി കൊടുക്കാവുന്ന തരത്തിലേക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു മൊഴിയെടുക്കൽ നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ അപകടത്തിന് പിന്നിൽ കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടം സംഭവിച്ചത്. നമുക്കറിയാം, ആ ഒരു ഇറങ്ങി വരുമ്പോൾ 13-ാം നമ്പർ വളവിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആ നിമിഷങ്ങൾക്കകം വാഹനത്തിന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് എന്താണ് സംഭവിച്ചത്, വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിന് ഈ നൌഷാദിന്റെ മൊഴിയടക്കം ആ പോലീസ് പരിശോധിച്ച്
രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ആ കാര്യത്തിലൊരു കൃത്യത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഇവരുടെ ആരോഗ്യനില തരണം ചെയ്ത് ഈ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്ന ഒരു നിലയിലേക്ക് അവർ എത്തിക്കഴിയുമ്പോൾ ഉടനെ തന്നെ മൊഴിയെടുക്കാൻ തന്നെയാണ് പോലീസിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെയും തീരുമാനം. ശരി സാരംഗ്, എന്തായാലും വെള്ളിയാഴ്ചയാണ് ഈ നാടിനെ നടുക്കിയ ഈ അപകടം ഉണ്ടാവുന്നത്. അതിനുശേഷം 9 പേർ മരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ 4 പേർ ചികിത്സയിലാണ്. ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്നാൽ വാഹനം ഓടിച്ചിരുന്നത് വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലിന്റെ ഡ്രൈവർ അല്ല, മറിച്ച് ഇവരുടെ വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന സ്കൂൾ ഡ്രൈവറാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വാഹനം ഓടിച്ച ഡ്രൈവറുടെ മൊഴി എടുക്കുക തന്നെ വേണം. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്.